എന്താ? ഒന്നുമില്ലടാ. അതല്ല, അച്ഛൻ എന്നോട് എന്തോ പറയാനുണ്ട്. ഉണ്ട്. കൺഗ്രാറ്റ്സ്. നീ എടുത്തത് എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു തീരുമാനമാണ്. പക്ഷേ നന്ദിനിയെ എല്ലാവരുടെയും ഒപ്പം ഉയർത്താനുള്ള നിന്റെ ആ ശ്രമമുണ്ടല്ലോ, അതെനിക്കിഷ്ടമായി. പതിവ് പോലെ ഞാൻ നിന്നോട് വീണ്ടും ചോദിക്കാം, അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ അതോ നന്ദിനിയുടെ അഭിമാനം ഉയർത്തണമെന്ന ലക്ഷ്യമുണ്ടോ നിനക്ക്? മുമ്പായിരുന്നു അച്ഛനത് ചോദിച്ചിരുന്നെങ്കിൽ ഒരൊറ്റ ഉത്തരവ് ഉണ്ടായിരുന്നുള്ളൂ, അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ ഇപ്പം അതല്ല, ഇത് ഞാൻ അയക്ക് വേണ്ടി ചെയ്തതാ. ആ പാവം അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛൻ്റെ ഒരു വാക്കിന്റെ പേരിൽ ഇപ്പോഴും എന്നെ സഹിക്കുന്നില്ലേ? ഈ നാണക്കേടുകളൊക്കെ സഹിക്കുന്നില്ലേ? ആ കഷ്ടപ്പാടിന് ഒരു കൂലി ഇരിക്കട്ടെ അച്ഛാ. ഇനി അച്ഛൻ നോക്കിക്കോ, പത്മാ മേഡം അയാളുടെ ഒരു ഒപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങളുണ്ടാവും. അത് ഞാൻ ഉണ്ടാക്കും. നന്ദിനിയുടെ കാര്യത്തിൽ നീ കുറച്ചുകൂടി സിൻസിയറായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛാ, ഒരു ഭാര്യയോട് ഭർത്താവ് ചെയ്യേണ്ട കടമ അങ്ങനെയൊന്നും അല്ലിത്. ഷീ ഡിസേർവ് ദാറ്റ്. പിന്നെ ടു ബി ഫ്രാങ്ക്, അയാളുടെ ലൈഫാ സാക്രിഫൈസ് ചെയ്യുന്നത്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്കവളെ സത്യസന്ധമായിട്ട് സ്നേഹിച്ചുകൂടെ? നിന്റെ ഭാര്യയായിട്ട് കണ്ടുകൂടെ? അതിന്റെ സന്തോഷം അവളുമായിട്ട് പങ്കുവെച്ചുകൂടെ? മറക്കാനുള്ള കഴിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ചിലതൊക്കെ നമ്മൾ മറന്നു കളയണോടാ, എന്നാലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അച്ഛാ, തൽക്കാലം അച്ഛൻ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. നന്ദിനിയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അയാൾക്കൊരു മോശം അവസ്ഥ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ അത് അച്ഛൻ പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. ലീവ് ഇറ്റ്. ഓക്കെ, കുറച്ചു നാൾ കഴിയുമ്പോൾ നിനക്ക് തന്നെ എല്ലാം മനസ്സിലായി തുടങ്ങും. അന്ന് നീ ഒന്നുകൂടി നന്നായി ചിന്തിക്കും. മക്കള് നന്നായി ജീവിക്കണം എന്നുള്ളതാണല്ലോ ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്റെ ജീവിതം കാണുന്നത് അവളോടൊപ്പം മാത്രമാണ്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എല്ലാ അച്ഛന്മാരും ഇങ്ങനെ തന്നെയാണ്.